12 സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല, ദുർവർത്തമാനം എന്നെ ഭയപ്പെടുത്തുകയില്ല. എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും, എന്റെ ഹൃദയം യേശുവിലെന്നും ആശ്രയിച്ചുറച്ചിരിക്കും. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഏപ്രിൽ 17 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. TV പ്രേക്ഷക സംഗമം ഏപ്രിൽ 18 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മൂത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറാണി. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ ഭവനത്തിൽ വരുവാൻ കർത്താവ് സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളിന്ന് കേൾക്കാൻ പോകുന്ന കർത്താവിൻ്റെ വചനം, യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ഓരോരുത്തൻ അവനവൻ്റെ ചുമട് ചുമക്കട്ടെ എന്ന്. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് നമ്മൾ ശരിയായ വിധത്തിൽ വരുമ്പോഴാണ് ദൈവിക ഉദ്ദേശങ്ങൾ എന്നിൽ നിറവേറുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചെയ്യുന്നതെല്ലാം പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൽ നിന്ന് കേട്ടിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പിതാവിൻ്റെ ഇഷ്ടത്തെയാണ് ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്നത്. അതേപോലെ കർത്താവ് പറയാം, ഞാൻ നിങ്ങളെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. നിങ്ങളത് ഞാൻ പിതാവിൽ നിന്ന് കേട്ട് ചെയ്തതുപോലെ നിങ്ങളും അത് ചെയ്താട്ടെ. ദൈവം നമ്മളെ ആ ഉത്തരവാദിത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവിക ഉദ്ദേശത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളായിരിക്കുന്ന ദേശത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകുകയാണ്. നമ്മളിലൂടെ കർത്താവ് ചിലത് ചെയ്യുകയാണ്. ദേശത്തെ കർത്താവ് ഉണർത്തുകയാണ്. അവരവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ദൈവിക ആ ശബ്ദത്തിനനുസരിച്ച്, ബോധത്തിനനുസരിച്ച് അത് ശരിയായ വിധത്തിൽ ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ അതിന്റെ 6-ാമത്തെയും 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. ഞാൻ ആപ്പിളിലെ അല്ലെങ്കിൽ ആപ്പിൾ ഐപാഡുകളിൽ കിട്ടുന്ന ഒരു സിമ്പിൾ വേർഷൻ വായിക്കാവേ. ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നതാ, ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, ഓരോരുത്തൻ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ, ശബ്ദമേർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെ ഞാൻ അയക്കുകയാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ നിങ്ങളെ ഞാനും അയക്കുകയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, യേശു കർത്താവ് ശിഷ്യന്മാരുടെ മുകളിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ശമരിയയിലും യെരുശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ സാക്ഷികളാകണം. റെസ്പോൺസിബിലിറ്റി കൊടുക്കുക.
മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലേക്ക് വന്ന കർത്താവ് പറഞ്ഞു, സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കണം. റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. ശിഷ്യന്മാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളാനല്ല കർത്താവ് പറഞ്ഞേ. അവരുടെ ലക്ഷ്യം കണ്ട് ചെയ്യാൻ പറഞ്ഞു, ലക്ഷ്യബോധ്യത്തോടെ ചെയ്യാൻ പറഞ്ഞു. എന്റെ പിതാവ് എന്നെ എങ്ങനെയാണോ അയച്ചത് ആ റെസ്പോൺസിബിലിറ്റികൾ നിങ്ങൾ ചെയ്തെടുക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എങ്ങനെ, എവിടെല്ലാം ചെയ്തെടുക്കണം? യഹൂദയിൽ, യെരുശലേമിൽ, ശമരിയയിൽ, ലോകത്തിന്റെ അങ്ങേയറ്റം വരെ ചെന്ന് നിങ്ങൾ ചെയ്തെടുക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, ഉണർവും ഉത്തരവാദിത്വവും. ആമേൻ. എന്റെ കൂടെ എത്തിയെങ്കിൽ ഒരു നല്ല ആമേൻ പറയണേ. ഉണർവും ഉത്തരവാദിത്വവും. ആമേൻ. ഒന്ന് ചേർന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഉണർവും ഉത്തരവാദിത്വവും. വലിയൊരു ഉണർവ് വരാൻ പോകുന്നു, വലിയൊരു ആത്മപ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നു. പക്ഷെ അതിനോടൊപ്പം ഇന്നലെ വരെ ചെയ്തതല്ല നീ ചെയ്യേണ്ടത്, ഒരു പുതിയ ഉത്തരവാദിത്വം കൂടെ ചെയ്യണം. സോളി കേട്ടോണേ, അടുത്ത റിവൈവലിന് മുമ്പ് എല്ലാ ദൈവഭൃത്യന്മാരും അടുത്ത ചില റെസ്പോൺസിബിലിറ്റിയിലേക്കും കൂടെ വരും. അടുത്ത മിനിസ്ട്രി മാത്രമല്ല, അവർ അടുത്ത ചില ഉത്തരവാദിത്വങ്ങൾ കൂടെ ചെയ്യും. ഞാൻ ഈ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ചിലതും കൂടെ ചെയ്യും. ഞാൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ വേറൊന്നും കൂടെ ചെയ്യും. ഞാൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ വേറൊരു ശുശ്രൂഷ കൂടെ ചെയ്യും. അങ്ങനെ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറ, നിന്റെ കൂടാരത്തെ വിസ്താരപ്പെടുത്ത. വേറെ ആളോട് പറ, നിന്റെ കൂടാരത്തെ വിസ്താരപ്പെടുത്ത. ഇപ്പൊ കിടക്കുന്ന സ്ഥലത്ത് കിടക്കണ്ട, കുറച്ചും കൂടെ വിശാലതയിലേക്ക് പോകും. പറ, ഇപ്പോൾ കിടക്കുന്ന സ്ഥിതിയിൽ തുടരേണ്ട, വിശാലതയിലേക്ക് പോകും. ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആളുകൾ സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് സെറ്റിൽ ആയിക്കോ. സെറ്റിൽ ആകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വിശാലത നിനക്കുള്ളതാണ്. അടുത്ത വിശാലത നിനക്കുള്ളതാണ്. അടുത്ത വിശാലത എന്ന് പറയുമ്പോ ആ വിശാലതയിലേക്ക് കടക്കേണ്ടതിനെ അടുത്ത ഉത്തരവാദിത്വം എടുക്കണം. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കണം. അടുത്ത ഉത്തരവാദിത്വം. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? ഈ ഉത്തരവാദിത്വങ്ങൾ എടുക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ പലരും തയ്യാറല്ല. വിശാലത വേണം, പക്ഷെ ഉത്തരവാദിത്വം വേണ്ട. അടുത്തിരിക്കുന്നവരോട് പറ, വിശാലത വേണം, ഉത്തരവാദിത്വം വേണ്ട എന്ന് പറയരുത്. വിശാലതയും റെസ്പോൺസിബിലിറ്റിയും ഒരേപോലാണ് പോകുന്നത്. ഒന്ന് കൈയടിച്ചു ആമേൻ പറ. ഒരു വശത്ത് വിശാലത, അടുത്ത വശം ഒരു ഉത്തരവാദിത്വം അല്ല. വിശാലത ഉള്ളിടത്ത് ഉത്തരവാദിത്വങ്ങൾ അടുത്ത നിലവാരത്തിലേക്ക് പോകും. നിന്റെ ടെന്റിന്റെ അതിരുകൾ കൂട്ടേണ്ടത് നീയാണ്. എവിടെ വരെ എത്തണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. ഏതുവരെ നോക്കണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. ഏതുവരെ നടക്കണമെന്ന് നീയാ തീരുമാനിക്കേണ്ടത്. അത് നിവർത്തീകരിക്കാൻ കർത്താവ് ശക്തനാ. നല്ല ആമേൻ പറയാമോ? ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇങ്ങനെയാ. ജസ്മേ, ഉൽപ്പത്തി ദിവസം 31:1 വേദപുസ്തകം പറയുക, ദൈവത്തിന്റെ ദൂതന് ജോസഫിനോട് സംസാരിക്കുക, യാക്കോബിനോട് സംസാരിക്കുക. യാക്കോബേ, തലപൊക്കി നോക്ക്, ആടുകളുടെ മേൽ കയറുന്ന മുട്ടാടുകളെ ഒക്കെയും വരയും പുള്ളിയുള്ളവരായെന്ന് കാണാം എന്ന് പറഞ്ഞ് അവൻ സ്വപ്നം കാണുകയാ, ആത്മാവിൽ സ്വപ്നം കാണുകയാ. ആടുകൾ മുഴുവനും വരയും കുറുകും ഉള്ള ആടുകളായി വരുന്നു. ദൈവമല്ലേ അവനോട് പറഞ്ഞത്? സോളി, ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞ ആണാടുകൾ വരയും കുറിയും ഉള്ളതുമായിട്ട് അവൻ ഇമാജിൻ ചെയ്യണമെന്ന്. അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വരയും കുറിയും ഉള്ളതായിട്ട് ഇമാജിൻ ചെയ്യണമെന്ന്. സത്യം, ആണാടുകൾ, ആരോഗ്യമുള്ള ആണാടുകളും ആരോഗ്യമുള്ള പെണ്ണാടുകളും എങ്ങനെയായിരുന്നു ഒന്നുണ്ടായിരുന്നത്? വെള്ളയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അവനോട് കർത്താവ് പറയുക, നീ സ്വപ്നം കാണണം, ആ ആടുകളെല്ലാം വരയും കുറിയുള്ളതായിട്ട് കാണണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോ അടുത്തത് ചിന്തിക്കുന്നത്, അവൻ സ്വപ്നം കണ്ടാൽ മാത്രം പോരെ. എന്ന 37-ാമത്തെ വാക്യം വേദപുസ്തകം പറയുന്നത് യാക്കോബ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ചാണ്. യാക്കോബ് ആടുകൾ ഇണ ചേരുന്നതിന് മുമ്പില് ബദാമിന്റെ കൊമ്പുകൾ തൊലി ഉരിച്ചിട്ടു. ബദാമിന്റെ കൊരുങ്കൊമ്പുകളിൽ വരയും കുറുകിയും വരയും പുള്ളിയും വരച്ച് അവൻ അതിനു മുമ്പിൽ കൊണ്ടിട്ടു. ആടുകൾ ഇണ ചേരുന്നത് ഇവ കണ്ടുകൊണ്ട് ഇണ ചേർന്നു.
ആവശ്യമില്ല ഉണ്ടോ യാക്കോബേ? അതിന്റെ വല്ല കാര്യമുണ്ടോ? യാക്കോബ് പറയും, എന്നോട് കർത്താവ് പറഞ്ഞു, പക്ഷെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ചെയ്യുക എന്നുള്ളത്. ഭയങ്കര കാര്യമാ. ദൈവം വർദ്ധിക്കുമ്പോൾ വർദ്ധിപ്പിക്കട്ടെ, ദൈവം ഇൻക്രീസ് ചെയ്യുമ്പോൾ ദൈവം ഇൻക്രീസ് ചെയ്യട്ടെ. സ്വപ്നം തന്ന ദൈവം അത് നടത്താൻ ശക്തനല്ലേ? ആരല്ലെന്ന് പറഞ്ഞ് ദൈവത്തെ പോലെ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് എന്താ കഴിയാത്തത്? ദൈവത്തിന് എല്ലാം സാധ്യമാ. പക്ഷേ യാക്കോബിനോട് ചോദിച്ചാൽ യാക്കോബ് പറയും, എൻ്റെ സ്വപ്നം തന്നത് യാഥാർത്ഥ്യമാകേണ്ടതിന് ഞാൻ ചെയ്യേണ്ടത് ചിലതുണ്ട്. അത് അവന്റെ കൃപയാൽ ഞാൻ ചെയ്യേണ്ടതാണ്. ഒരു നല്ല ആമീൻ പറഞ്ഞാണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു നല്ല ആമീൻ പറ. ദൈവം എന്നോട് സംസാരിക്കാൻ ശക്തനാണ്. ഐ ബിലീവ് ഇറ്റ്. ദൈവത്തിന് ആ വാക്ക്, ദൈവാത്മാവ് എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഐ ബിലീവ് ഇറ്റ്. പക്ഷേ ഞാൻ പുസ്തകം വായിക്കില്ല എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. പറഞ്ഞു, ദൈവം എന്നോട് സംസാരിക്കണം, എനിക്ക് പ്രസംഗിക്കണം. ബ്രദറെ, പ്രസംഗിക്കണമെങ്കിൽ പുസ്തകം വായിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുള്ളതാ? അതും കൃപയാൽ തലയിലൂടെ കുത്തിക്കയറ്റത്തല്ല ദൈവം. ഒരു നല്ല ഹാലൂയ പറഞ്ഞു. കൃപ ഉള്ളത് കൊണ്ട് ആ വായിക്കുന്നതിൽ നിന്ന് ദൈവാലോചനകൾ തരാൻ ദൈവത്തിന് പറ്റും. പക്ഷേ വായിക്കുക എന്നത് നിന്റെ ഭാഗമാണ്, നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞ്. യാക്കോബിന് സ്വപ്നമുണ്ട്. നല്ല എന്തുകൊണ്ട്? യാക്കോബിന് സ്വപ്നമുണ്ട്. വരയും കുറിയുമുള്ള ആടുകൾ ഇണചേരുമ്പോ, അല്ല വെള്ളയാടുകൾ ഇണചേരുമ്പോ അത് സ്വപ്നം കാണണം, വരയും കുറിയുമായിട്ട് വരണം. സ്വപ്നം മാത്രമല്ല അവനോട് പറഞ്ഞ് ചിലത് ചെയ്യാനും കൂടെ ചിലത് ചെയ്യാൻ പോലും കർത്താവ് പറഞ്ഞില്ല. പക്ഷെ യാക്കോബ് ചെയ്യുക. ആടുകൾ ഇണചേരുന്നതിന് മുമ്പിൽ വരയും കുറിയുമുള്ള കൊമ്പുകൾ കൊണ്ടിടുകയാണ്. അവ കണ്ട് ഇണചേർന്നതെല്ലാം വരയും കുറിയുമുള്ള ആടുകളെ പ്രസവിച്ചു. ഒരു ഹാലൂയ പറ. ഇനി അടുത്ത ദൂത് ശ്രദ്ധിച്ചോണം. ഇതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ദൂത്. നിങ്ങളുടെ സൂപ്പർ നാച്ചുറൽ ഇൻക്രീസ് ദൈവം പറയുന്നത് എവിടെയാണോ അവിടെ ചില ഉത്തരവാദിത്വങ്ങൾ നീ എടുക്കണം. ഒരു നല്ല ആമീൻ പറ. എവിടെയാണോ ദൈവം നിനക്ക് സൂപ്പർ നാച്ചുറൽ ഇൻക്രീസ് പറയുന്നത് അവിടെ ഉത്തരവാദിത്വങ്ങൾ എടുക്കണം. അവർ വർധനവിനെ കാണാൻ പോകുന്നു. വർധനവിനെ കാണാൻ പോകുന്നു. അവർ വർധനവിനെ കാണാൻ പോകുന്നു. അവർ വർധനവിനെ കാണാൻ പോകുന്നു. ഒന്ന് ചേർന്ന് കൈയടിച്ചിട്ട് ആമേൻ പറ. ഈ വർഷം ചിലർ ആ മേഖലയിൽ വർധനവിനെ കാണാൻ പോകുന്നു. ഈ വർഷം ചിലർ സൂപ്പർ നാച്ചുറൽ വർധനവ്. ഇതെങ്ങനെ നടന്നു എന്ന് ചോദിക്കുന്ന വർധനവ്. ദൈവം ചിലത് ചെയ്തു തുടങ്ങുന്നു എന്ന് നിനക്ക് മനസ്സിലായാൽ നീ ചെയ്യേണ്ടത് നിന്റെ അതിരുകളെ നീ വിസ്താരപ്പെടുത്തണം. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ നീ അവിടെ ഇരിക്കരുത്, എഴുന്നേറ്റ് നിന്റെ അതിരുകളെ മാറ്റി സ്ഥാപിക്കണം. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ട്. ടെന്റിനെ വിശാലപ്പെടുത്തുന്നത് എന്റെ പരിപാടിയല്ല, എന്റെ ദൈവത്തിന്റെ പരിപാടിയാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞേ. ടെന്റിനെ വിശാലപ്പെടുത്തുന്നത് ആരുടെ പരിപാടിയാ? ദൈവത്തിന്റെ പരിപാടിയല്ല, എന്റെ പരിപാടിയാണ്. ഞാൻ ടെന്റിനെ വിശാലപ്പെടുത്തണം. ഒരു നല്ല ഹല്ലേലൂയ പറ. നെറുകയും കുറുകയും നടക്കുക എന്നത് എന്റെ പരിപാടിയാണ്, ദൈവത്തിന്റെ പരിപാടിയല്ല. ഒരു നല്ല ആമീൻ പറഞ്ഞേ. ആമേൻ. തല ഉയർത്തി നോക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിപാടിയല്ല, എന്റെ പരിപാടിയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറ, തല ഉയർത്തി നോക്കുക, നെറുകയും കുറുകയും നടക്കുക, അത് ദൈവത്തിന്റെ പരിപാടിയല്ല. ആ നടന്നത് തരിക എന്നത് ദൈവത്തിന്റെ പരിപാടിയാ. കണ്ടത് തരിക എന്നത് ദൈവത്തിന്റെ പരിപാടിയാ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞാണ്ട്. ഞാൻ ദൈവത്തിനും വായിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് മത്തായി സുവിശേഷം 17-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, മലമുകളിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എവിടേക്ക് കൊണ്ടുപോയി? ഉറക്കെ പറ. മലമുകളിലേക്ക് പോയി. വേദപുസ്തകം പറയുന്നത് അവിടെ വെച്ച് അവന്റെ ശരീരം ഒരു അലക്കുകാരന് വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ വെണ്മയുള്ളതായി. യേശുവിന്റെ അടുക്കൽ സംസാരിക്കുന്ന മോശയെയും ഏലിയാവിനെയും ആര് കണ്ടു? പത്രോസും യോഹന്നാനും കണ്ടു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവേ, നീ എന്തിനേയും മലമുകളിലേക്ക് പോയെ? അതിന്റെ ആവശ്യമില്ല ഉണ്ടോ? താഴെ ഇരുന്നാലും പോലെ, വേറൊരു വീട്ടിലിരുന്നാലും പോലെ, അല്ല കഫർനഹൂമിലെ ഹെഡ് ഓഫീസിൽ ഇരുന്നാലും പോരെ? ഒരു നല്ല ആത്മീയം പറഞ്ഞേ. സഹോദര, കർത്താവിനെ മീറ്റ് ചെയ്യേണ്ടതിന്
കർത്താവ് നിന്നോട് ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് നീ മൂവ് ചെയ്യണം. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, നീ ചില സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്താലേ ചിലതിനെ നിനക്ക് മീറ്റപ്പ് ചെയ്യാനായി പറ്റത്തുള്ളൂ. ഓ, നിങ്ങൾക്ക് തലയിൽ കയറുന്നു തന്നെ വിശ്വാസം. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ടെ. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, നീ ചെയ്യേണ്ടത് മോറിയ എന്ന സ്ഥലത്തേക്ക് പോകണം. എന്തിനു വേണ്ടിയാ? യാഗം അർപ്പിക്കാനായി പോകണം. എന്ത് യാഗം അർപ്പിക്കണ്ട? എൻ്റെ മോനെ യാഗം അർപ്പിക്കണം. അടുത്തുള്ള മലയിൽ എങ്ങനെ പോയാൽ പോരെ? ഇപ്പുറത്ത് എത്രയോ മലകൾ ചുറ്റുപാടും കിടക്കുക. പക്ഷെ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു 3 ദിവസം വഴി ദൂരമുള്ള, എല്ലാവരും പറഞ്ഞേ, 3 ദിവസം വഴി ദൂരമുള്ള മോറിയ എന്ന സ്ഥലത്തേക്ക് പോകാനാ. അബ്രഹാം മോറിയയിലേക്ക് പോയിട്ട് ദൂരെ നിന്നേ ആ മീറ്റിംഗ് പ്ലേസ് കണ്ടു. ഒരു നല്ല ആമേൻ പറ. ആമേൻ. സഹോദര, നിന്റെ തല ഉയർത്തി നോക്കിയാൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്ന ചിലത് കാണാം. നീ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ എൻ്റെ ദൈവത്തിന് ചിലത് ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. റെസ്പോൺസിബിലിറ്റികൾ. ആമേൻ. നീ ചിലതിനെ കാണാൻ പോകുന്നത്, ചിലതിനെ അനുഭവിക്കാൻ പോകുന്നത് നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിനക്ക് തരികയില്ല. പകരം നീ എഴുന്നേറ്റിട്ട് ദൈവം അയക്കുന്ന സ്ഥലത്തേക്ക് നീ ചെല്ലണം. ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നീ പോകണം. എന്റെ കൂടെ ഉണ്ടോ? ഒരു ആമേൻ പറയാവോ? ഭയങ്കര കാര്യമല്ലേ? ആ മലയുടെ മുകളിലേക്ക് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ നിലയിൽ അങ്ങനെയുള്ളത്. മലയിൽ പോകണോ? 3 ദിവസം വഴി യാത്ര ചെയ്തിട്ട് വേണോ ഒരു കൊച്ചു യാഗം അർപ്പിക്കാൻ? എൻ്റെ ആവശ്യമുണ്ടോ? അപ്പുറത്തെ മലയിൽ പോയാലും പോരെ, ഇപ്പുറത്തെ അടുത്ത് പോയാലും പോരെ. എന്നാൽ കർത്താവ് പറയുക, നീ എഴുന്നേൽക്കണം. ആമേൻ. എഴുന്നേറ്റിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഈ ഇടത്തേക്ക് വരണം. ആമേൻ. ഒന്ന് ഉറക്കെ പറ, ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് വരണം. ശബ്ദമുയർത്തി പറ, ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് വരണം. അവിടെയാണ് നീ ചിലത് അനുഭവിക്കാനായി പോകുന്നത്. ആമേൻ. ഈ വർഷത്തെ ഈ ആഴ്ചയിലെ 3ാമത്തെ ദൂത ഞാൻ പറയുന്നത്, ചിലരോട് കർത്താവ് പറയുക, അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് വാ. ഓ, ഒന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചു ആമേൻ പറ. ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് വാ. നീ എഴുന്നേറ്റിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് വാ. അവിടെ നിനക്ക് എന്നെ കാണാനായി കഴിയും. അവിടെ നിനക്ക് എന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും എങ്ങനെയാണെന്നറിയോ, നമ്മളായിരിക്കുന്ന സ്ഥലത്ത് സെറ്റിൽഡ് അടിച്ചോളൂ. നമ്മളായിരിക്കുന്ന ഇടത്ത് നമ്മൾ പലപ്പോഴും സെറ്റിലാണ്. എന്നാൽ കർത്താവ് പലപ്പോഴും നമ്മളായിരിക്കുന്ന സ്ഥലത്ത്, സെറ്റിലായ സ്ഥലത്ത് അല്ല ദൈവത്തിന് നമ്മളെ കൊണ്ട് ചെയ്യാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഞാൻ കടക്കണം. ആമേൻ. ഞാൻ അപ്പുറത്തേക്ക് മൂവ് ചെയ്യണം. അതിനപ്പുറത്തേക്ക് ഞാൻ ചലിക്കണം. ഇന്നത്തെ ദൂത് ശ്രദ്ധിച്ചോ, നീ സെറ്റിലായിരിക്കുന്ന സ്ഥലങ്ങൾ പൊളിക്കണം. ഒന്നും കൂടെ പറയുക, നീ സെറ്റിലായിരിക്കുന്ന ഇടങ്ങൾ പൊളിക്കണം. നിന്റെ കംഫർട്ട് സോണിനെ പൊളിക്കണം. ഒന്ന് പറ, നിന്റെ കംഫർട്ട് സോണിനെ, നീ ആയിരിക്കുന്ന ഇടം പൊളിക്കണം. മലമുകളിലേക്ക് പോകണം. 3 ദിവസം വഴി ദൂരം ചെല്ലണം. എന്റെ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നീ മൂവ് ചെയ്യണം. അവിടെയാണ് അടുത്ത സന്ദർശനം നിനക്കുള്ളത്. ഒന്നും കൂടെ പറയുക, നീ ആയിരിക്കുന്ന സ്ഥലം പൊളിക്കണം. എന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നീ മൂവ് ചെയ്യണം. അവിടെയാണ് അടുത്ത സന്ദർശനം നിനക്കുള്ളത്. സഭയോട് പരിശുദ്ധാത്മാവ് പറയുക, നീ ആയിരിക്കുന്ന സ്ഥലം പൊളിക്കണം. നീ ആയിരിക്കുന്ന ഇടം മാറണം. ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നീ ഷിഫ്റ്റഡ് ആകണം. അവിടെയാണ് അടുത്ത സന്ദർശനമുള്ളത്. ഞാനൊരു പ്രവാചകന്റെ റോളിൽ നിന്ന് ചിലരെ നോക്കി പറയുക, നീ ആയിരിക്കുന്ന സ്ഥലം പൊളിക്കണം. നീ ആയിരിക്കുന്ന ഇടം പൊളിക്കണം. ശിഷ്യന്മാരെ, മലമുകളിൽ പോകണോ? യേസ്, മലമുകളിൽ പോകണം. യേസ്, മലമുകളിൽ പോകണം. അബ്രഹാമേ, മോറിയ ദേശത്ത് പോകണോ? അവൻ പറയും, യേസ്, മോറിയ ദേശത്തേക്ക് പോകണം. ഏത് മലയാണ് കർത്താവ് കാണിക്കുന്നതെങ്കിൽ അവിടേക്ക് മൂവ് ചെയ്യണം. അവിടെയാണ് നിന്റെ സന്ദർശനം ഇരിക്കുന്നത്. അവിടെയാണ് നിന്റെ സന്ദർശനം ഇരിക്കുന്നത്. നീ ആയിരിക്കുന്ന ടെന്റിൽ ദൈവം വെളിപ്പെടണമെന്നില്ല. അടുത്ത അതിന്റെ അളവുകളെ വർദ്ധിപ്പിക്കണം. യേശു തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒരു മലയുടെ മുകളിൽ പോകുന്നത് നമുക്ക് കാണാം. അവിടെ വെച്ച് കർത്താവിന് ദൈവിക സന്ദർശനമുണ്ടായി. അതേപോലെ തന്നെ അബ്രഹാമിനോട് പറയുകയാണ്,
ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ വരുക, അല്ലെങ്കിൽ ആ മലയിലേക്ക് നീ വരുക കുഞ്ഞിനെ യാഗം കഴിക്കുവാനായിട്ട്. കർത്താവ് താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ പദ്ധതിയിലായിരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തതയുണ്ട്. എവിടെ വെച്ചാണ് ആ സന്ദർശനത്തെ നമ്മുടെ മേൽ പകരേണ്ടതെന്ന്. നാം ആയിരിക്കുന്ന കംഫർട്ട് പ്ലേസിൽ നിന്ന് കർത്താവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് നീങ്ങിയാട്ടെ. കർത്താവ് പറയാം, അബ്രഹാമിനോട് പറയാം, നീ നിൻ്റെ കൂടാരത്തെ വിസ്താരമാക്കുക. ചിലത് ചെയ്യുവാൻ ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ്. അതിൽ ഞാൻ എത്രത്തോളം വിശ്വസ്തയോടെ ആയിരിക്കുന്നോ, ഉത്തരവാദിത്വത്തോടെ ആയിരിക്കുന്നോ, അവിടെ എനിക്ക് ചില സന്ദർശനങ്ങളെ ദൈവത്തിൽ നിന്ന് അനുഭവിക്കാനായി കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഏൽപ്പിക്കുന്ന സകല ഉത്തരവാദിത്തങ്ങളിലും അനുഗ്രഹത്തോടായിരുന്നാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. കരമന എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്ററിന് യൂട്രസിൽ 2 വലിയ മുഴകളുണ്ടായിരുന്നു. ആദ്യം DNC ചെയ്തു. SAT ഹോസ്പിറ്റലിലാണ് DNC ചെയ്തത്. അപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. തുടർന്ന് അവർ RCCയിലേക്ക് റെഫർ ചെയ്തു. RCCയിൽ ഇത് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു. യൂട്രസും ഓവറീസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു. എന്നാൽ അതിന് മുന്നേ ഇവിടെ വന്ന ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഈ മകൻ്റെ വിശ്വാസമാണ് അമ്മയെ കൊണ്ടുവന്നത്. സർജറിക്കെല്ലാം ഒരു പെൺകുട്ടിയെ പോലെ ഈ മകനാണ് അമ്മയെ നിന്ന് ഹോസ്പിറ്റലിൽ ശുശ്രൂഷിച്ചത്. അതൊരു വലിയ കാര്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. എന്നാൽ സർജറിക്ക് ശേഷം ടെസ്റ്റ് റിസൾട്ടുകൾ വന്നു. ഡോക്ടേഴ്സ് പറയുന്നത് ക്യാൻസറിന് ഇനി ചികിത്സിക്കേണ്ട, വല്ലപ്പോഴും ചെക്കപ്പുകൾ മാത്രം ചെയ്താൽ മതി, റേഡിയേഷനും ഇല്ല, കീമോയും ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. അതെനിക്ക് കാരണം ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ ഡോക്ടർമാർ ഈ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം പരിശോധിച്ചപ്പോൾ ക്യാൻസർ ഇല്ല. അമ്മ പറ. ഇല്ല, ഓപ്പറേഷൻ ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടായിട്ടല്ലേ ചെയ്തത്? ഉണ്ടായിട്ടാണ് ചെയ്തത്. യൂട്രസിനകത്ത് ക്യാൻസർ എന്ന് കണ്ടുപിടിച്ചിട്ടാണ് RCC പോയത്. RCCയിൽ അത് കൺഫേംഡ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഡോക്ടർമാർ പറയുന്നത് റേഡിയേഷനും വേണ്ട, ഹീമോയും വേണ്ട, മരുന്നും കഴിക്കണില്ല. നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതെനിക്ക് ഇതുവരെ തലയ്ക്ക് മനസ്സിലായില്ല. ക്യാൻസറിനാണ് ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷൻ ചെയ്തിട്ട് ക്യാൻസർ എനിക്ക് കീമോയും വേണ്ട, റേഡിയേഷനും വേണ്ട. എനിക്ക് തോന്നുന്നു സാധാരണ പിള്ളേരെക്കാൾ കൂടുതൽ ഇവൻ്റെ അമ്മയെക്കുറിച്ച് എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ഈ അമ്മയെ സൗഖ്യമാക്കിയതിന് നന്ദി പറഞ്ഞ് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കർത്താവ് ഈ വീടിന് കൊടുത്ത അത്ഭുതത്തിന് നന്ദി. RCCയിൽ നിന്ന് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞു വിട്ടിരിക്കുവോ? ഒന്നും കൂടെ ചുണയായിട്ട് കൈയടിക്കണം കേട്ടോ. ബ്രദർ, ഈ അങ്കിളിന്റെ പേര് സോമൻ എന്നാണ്. മലയത്ത് നിന്നുമാണ് അങ്കിള് വരുന്നത്. മലയത്തിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ഈ അങ്കിളിന്റെ വസ്തുവിന്റെ പേരിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ 4 ആഴ്ച മുൻപ് ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അങ്കിള് പറയുന്നത് കേസ് അനുകൂലമാവുകയും ആ പ്രമാണം തിരികെ ലഭിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ച പ്രമാണം എന്നെ വക്കീല് വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറഞ്ഞു, കോടതി എടുത്ത് തരാം, പ്രമാണം എടുത്ത് തരാം, വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളിയാഴ്ച 30 കൊല്ലമായ കേസ്, 94 കേസായിരുന്നു. 94. എഴുന്നേറ്റ് ഒരു കയ്യടി കൊടുത്തേ ഒക്കത്തുള്ളൂ. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? കഴിഞ്ഞ 4 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ചിലരോട് വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ തീരുവാന്ന് പറഞ്ഞു. ദൂത് ആരെങ്കിലും ഓർമ്മിക്കുന്നു? നാർത്ത് വിളിച്ചൊരു ദൈവത്തിന് ആമീൻ പറഞ്ഞേ. 30 കൊല്ലമായ കേസ് വിധിയായി. നാർത്ത് വിളിച്ചേ. അടുത്തിരിക്കുന്നവരോട് പറ, യേശു നിനക്കും വേണ്ടി ചെയ്യും. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഏപ്രിൽ 17 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം. TV പ്രേക്ഷക സംഗമം ഏപ്രിൽ 18 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറാണി. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഏപ്രിൽ 21 രാവിലെ 8 മണി മുതൽ. സ്ഥലം സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഏപ്രിൽ 28 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് വർഷിപ്പ് സെന്റർ, അഞ്ചൽ. ആമേൻ. സാക്ഷ്യങ്ങൾ കർത്താവ് ജീവിക്കുന്നു എന്നും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ എൻ്റെ മുൻപിൽ വരച്ചു കാണിക്കുന്നത് ജീവിക്കുന്ന ഒരു കർത്താവ് എൻ്റെ മുൻപിലുണ്ട് എന്നതാണ്. ഓരോ അത്ഭുതങ്ങൾ നമ്മളോട് പറയുന്ന ദൈവിക ഉറപ്പിനായി സ്തോത്രം. ഇപ്പോൾ കാണുന്ന നമുക്കൊരുമിച്ച്
കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നിങ്ങൾ രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവ് നിങ്ങളെ പൂർണ്ണമായും സൗഖ്യമാക്കും. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ കർത്താവിനെ കാണിക്കുകയാണ്. കൈ മടക്കുവാൻ കഴിയാതെ ആർത്രൈറ്റിസിനാൽ ഭാരപ്പെടുന്ന ഒരു സിസ്റ്ററിനെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതേപോലെ തന്നെ കുടലുകളിൽ പ്രയാസമായിരിക്കുന്ന, ആഹാരം കഴിക്കുമ്പോഴും വേദനയാണ്, അല്ലാതെ തന്നെയും തനിക്കിടയ്ക്ക് വേദന അനുഭവപ്പെടുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഈ സമയം മുഴയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് മുഴ നീങ്ങിപ്പോകുന്നത് കാണാം. കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, യേശുവടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ ആശ്വാസമുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കരുതലുണ്ടാകട്ടെ. അപ്പാ യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പാ, അവിടുത്തെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പാ, ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ ചിറയും കീഴിൽ സൂക്ഷിക്കുന്ന അപ്പോൾ അവിടുത്തെ ദയക്കായി സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.